ദ ജേർണലിസ്റ്റിലേക്ക് 3000-ഓളം പേജറുകൾ അപ്രതീക്ഷിതമായി തങ്ങളുടെ നെറ്റ്വർക്ക് കേന്ദ്രങ്ങൾക്കുള്ളിൽ വെച്ച് പൊട്ടിത്തെറിക്കുന്നു. തൊട്ടുപിന്നാലെ ഈ മരിച്ചവരുടെ സംസ്കാര ചടങ്ങിനിടെ വോക്കി ടോക്കികൾ എല്ലാം പൊട്ടിത്തെറിക്കുന്നു. 1000-ലധികം പേർക്ക് ഗുരുതരമായ പരിക്ക് ഈ രണ്ട് അപകടങ്ങളിലും ഉണ്ടാകുന്നു. 3000-ന് മേലെ ആളുകൾക്ക് നിസാര പരിക്കുകൾ അടക്കമുള്ള പരിക്കുകൾ ഏൽക്കുന്നു. ഏതാണ്ട് 50-ലധികം പേർ മരിക്കുന്നു. ഇത്രയും ഭീതിജനകമായൊരു തിരിച്ചടി ഹിസ്ബുള്ളയ്ക്ക് സമീപകാലത്ത് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ തിരിച്ചടികൾ അത്രയും ലഭിക്കുമ്പോഴും ഹിസ്ബുള്ള പറയുന്നത് ഞങ്ങൾ ഹമാസിന് തുടർന്നും പിന്തുണ കൊടുക്കും. യുദ്ധം ശക്തമാകുമെന്ന ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് വലിയൊരു മുന്നറിയിപ്പ് ഹിസ്ബുള്ള ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുകയാണ്. ഹമാസിന് തുടർന്നും ഞങ്ങൾ പിന്തുണ നൽകും, ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകും, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വിധത്തിൽ ഇസ്രായേലിനെ കയറി ആക്രമിക്കുമെന്നാണ് ഹിസ്ബുള്ളയുടെ പരമമായ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതോടുകൂടി ഇത്തരം സ്ഫോടന പരമ്പരകൾ ഇനിയും ആവർത്തിക്കാനും ഹിസ്ബുള്ളയുടെ തിരിച്ചടി അതിശക്തമാകാനും ഇസ്രായേലിന് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനും ഹിസ്ബുള്ളയ്ക്ക് അത് തകർച്ചയുണ്ടാക്കാനും ഒക്കെയുള്ള സാധ്യതകൾ തെളിയുകയാണ്. ആർക്ക് തിരിച്ചടി ഉണ്ടായാലും ആര് തിരിച്ചടിച്ചാലും പശ്ചിമേഷ്യയിൽ യുദ്ധം കൈവിട്ടു പോകുന്ന, സങ്കീർണമാകുന്ന, രൂക്ഷമാകുന്ന അവസ്ഥയുണ്ടാകുന്നത് പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഹിസ്ബുള്ള നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അയൺ ഡോമിൻ്റെ കണ്ണു വെട്ടിച്ച് ഇസ്രായേലിനുള്ളിലേക്ക് ബഹുദൂരം മുന്നേക്ക് പോകാൻ കഴിയുന്ന മിസൈലുകളും മറ്റ് സംവിധാനങ്ങളും ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായി ഹിസ്ബുള്ള നടത്തിയ പല ആക്രമണങ്ങളും ഇസ്രായേലിൻ്റെ നഗരപരിധികളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഹിസ്ബുള്ള തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഒരിക്കലും സിവിലിയൻസിനെ ആക്രമിക്കില്ല. അതായത് ഇസ്രായേൽ ഗസയിൽ കൊന്നുതള്ളുന്നത് മുഴുവൻ സാധാരണക്കാരെയാണ്. മനുഷ്യത്വ വിരുദ്ധതയുടെ അങ്ങേയറ്റം, കൊടും ക്രൂരതയുടെ അങ്ങേയറ്റം എന്ന നിലയിൽ സ്ത്രീകളെയും കുട്ടികളെയും അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവരെ പോലും കൊന്നുതള്ളാൻ ഒരു മടിയുമില്ലാത്ത പൈശാചിക നടപടികളാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹമാസിൻ്റെ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ടാകാം, പക്ഷേ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും എന്നത് അവിടെ തന്നെ നിൽക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അത്രയും ക്രൂരമായ രീതിയിലല്ല തങ്ങൾ ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കുക എന്ന് ഹിസ്ബുള്ള നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും സിവിലിയൻസിന് നേരെ കടന്നു കയറില്ല, സാധാരണക്കാരെ ആക്രമിക്കില്ല, പക്ഷേ ഇസ്രായേലിന് മറുപടി കൊടുക്കും എന്നാണ്. എന്തായാലും ഇപ്പോൾ നടത്തിവരുന്ന ആക്രമണങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്ന് ഹിസ്ബുള്ള പറയുകയും അത് ശക്തമാകും എന്ന് നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെ വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് മധ്യപൂർവ്വ പ്രദേശത്തെ പൂർണ്ണ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന അവസ്ഥയിലേക്ക് വരും എന്നതാണ്. ഇപ്പോൾ ഹൂത്തികളെ തുരത്താൻ വേണ്ടി അമേരിക്കൻ, ബ്രിട്ടൻ സൈനിക ചേരിയോടൊപ്പം നിന്ന് ചെങ്കടലിൽ പടക്കിറങ്ങിയ ഒരു രാജ്യമാണ് ജോർദാൻ. ആ ജോർദാൻ തന്നെ പറയുന്നത് പശ്ചിമേഷ്യയെ വലിയ പ്രശ്നത്തിലേക്ക് ഇസ്രായേൽ വലിച്ചിഴയ്ക്കുകയാണ് എന്നാണ്. ഇസ്രായേൽ നടപടി ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് റഷ്യ ചൂണ്ടിക്കാണിച്ചു. യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ US സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി എന്നതടക്കമുള്ള റിപ്പോർട്ട് മനോരമ ന്യൂസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്, മനോരമ ഓൺലൈൻ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ, ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ യുദ്ധം സങ്കീർണമാകാൻ പോവുകയാണ് എന്നുറപ്പാണ്. ഇപ്പോൾ ബെയ്റൂട്ടിലെ ആശുപത്രികളിൽ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറയുന്ന സാഹചര്യമുണ്ട്. മിക്ക ആളുകളുടെയും കണ്ണുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പലരുടെയും കാഴ്ചശക്തി പോയി, പലരുടെയും കണ്ണിനുള്ളിലെ ഭാഗം പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്നു. അങ്ങനെ മിക്ക ആളുകൾക്കും, അതായത് ഈ വാക്കി ടോക്കിയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നതായതുകൊണ്ട് പൊട്ടിത്തെറിക്കുമ്പോൾ സ്വാഭാവികമായും ചെവിയോട് ചേർന്നുള്ള ഇത്രയും പ്രദേശമായിരിക്കും തകരുക. അങ്ങനെ തകർന്നവരെ കൊണ്ട് ആശുപത്രികൾ നിറയുകയാണ്. പലരുടെയും കൈപ്പത്തികൾ അറ്റുപോയ സാഹചര്യമുണ്ട്. ലെബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദാണ് ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. മുഖത്ത് പരിക്കേറ്റവരുടെയും വിരലുകൾ അറ്റുപോയവരുടെയും ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്കുള്ള മരുന്നുമായി ഇറാഖ് സൈനിക വിമാനം ബെയ്റൂട്ടിലെത്തിയിട്ടുണ്ട്.
തുർക്കി, ഇറാൻ, സിറിയ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളൊക്കെ ലെബനന് വേണ്ട സഹായങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പേജറുകളുടെ സ്ഫോടനം, വോക്കി ടോക്കികളുടെ സ്ഫോടനം ഒക്കെ ഉണ്ടായതിന് പിന്നാലെ ഹിസ്ബുള്ള ശക്തമായി യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഇത്രയും രാജ്യങ്ങൾ പിന്തുണ നൽകുന്നു ഹിസ്ബുള്ളയ്ക്ക് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ റഷ്യ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം, ഏത് നിമിഷവും ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയാണ്. അതേസമയം തന്നെ വന്ന മറ്റൊരു വാർത്ത കൂടി പരിശോധിക്കാം. ആ വാർത്ത ഇങ്ങനെയാണ്. അതായത് യുദ്ധവ്യാപനത്തിന് ഇസ്രായേൽ, ലബനാൻ അതിർത്തിയിൽ കൂടുതൽ സൈന്യമെന്നാണ് ഈ വാർത്ത. യുദ്ധത്തിൻ്റെ പുതിയ ഘട്ടം തുടങ്ങുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി യോവ് ഗാലന്റ് പറയുകയാണ്. അതായത് യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് യോവ് ഗാലന്റ് പറയുന്നതിൻ്റെ അർത്ഥം ഗസ മോഡലിലുള്ളൊരു സമ്പൂർണ്ണ അധിനിവേശത്തിന് ലെബനനിലേക്ക് ഇസ്രായേൽ സൈന്യം നീങ്ങുകയാണ് എന്നു തന്നെയാണ്. അദ്ദേഹം വ്യോമസേനാ താവളത്തിൽ വെച്ച് മാധ്യമങ്ങളോടടക്കം ഔദ്യോഗികമായി ലോകത്തോട് വിളിച്ചു പറയുകയാണ് പുതിയ യുദ്ധം തുടങ്ങുകയാണ് എന്ന്. ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ 98-ാം ഡിവിഷൻ ലെബനൻ അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ഗസ മുനമ്പിൽ നിലയുറപ്പിച്ചിരുന്ന ടീമായിരുന്നു. ഇവരെ ഇപ്പോൾ നേരെ ലെബനൻ അതിർത്തിയിലേക്ക് വലിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ട തുടർച്ചയായ ആക്രമണങ്ങൾ, ഇലക്ട്രോണിക് ആക്രമണങ്ങൾ ഉണ്ടായതോടുകൂടി ഹിസ്ബുള്ള തിരിച്ചടിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സേനാവിന്യാസം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങളെല്ലാം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം, യുദ്ധഭീതി, ആശങ്ക വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഇതിനു മുമ്പ് ഹിസ്ബുള്ള പറഞ്ഞിട്ടുള്ള വാദഗതികൾ അവർ നടപ്പാക്കാൻ തുനിഞ്ഞാൽ സർവനാശമായിരിക്കും ഇസ്രായേലിനുണ്ടാകുക എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം 11 മിനിറ്റ് കൊണ്ട് 2500-ലധികം കിലോമീറ്റർ താണ്ടാൻ കഴിയുന്ന ഒരു ബലിസ്റ്റിക് മിസൈല് ഇസ്രായേലിനുള്ളിൽ വീഴ്ത്താൻ കഴിഞ്ഞ ദിവസം ഹൂത്തികൾക്ക് കഴിഞ്ഞിരുന്നു. 9 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഹിസ്ബുള്ള നിരന്തരമായി ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പലതും ഈ ഇസ്രായേലിൻ്റെ സുരക്ഷാ കവചമായ അയൺ ഡോമിനെ ഭേദിച്ച് ഇസ്രായേലിൻ്റെ മണ്ണിലെത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ഏത് നിമിഷവും ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അടക്കം അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ആകെ കൊല്ലപ്പെട്ടു എന്ന് പറയാവുന്നത് 50 പേർ മാത്രമാണ്. ഏറ്റവും കൂടുതൽ 50 പേരാണ്. ഏതാണ്ട് 4000-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അതിൽ 500-600 പേർക്ക് മാത്രമേ സാരമായ പരിക്കേറ്റിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി വരുന്ന ഹിസ്ബുള്ളയുടെ നെറ്റ്വർക്കുകൾ അവിടെ തന്നെയുണ്ട്, ആളുകൾ അവിടെ തന്നെയുണ്ട്. വലിയ പ്രകോപനം ഹിസ്ബുള്ളയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഹിസ്ബുള്ളയുടെ പരിക്കേറ്റ ആളുകൾക്ക് വേണ്ട സഹായം നൽകാൻ തുർക്കിയും സിറിയയും ഇറാഖും ജോർദാനും ഒക്കെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ അതിശക്തമായൊരു ആക്രമണം ചിലപ്പോൾ ഇസ്രായേലിന് നേരെ ഉണ്ടായേക്കാം എന്ന വിലയിരുത്തലുകൾ ഇസ്രായേലിന് തന്നെ ഉള്ളതുകൊണ്ട് അവിടെ വലിയ സൈനിക വിന്യാസം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആക്രമണം പ്രത്യാക്രമണം എന്ന രീതിയിൽ ഇനിയും കടുക്കുകയാണെങ്കിൽ അതിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അങ്ങനെ വന്നാൽ അതൊരു വലിയ യുദ്ധം, ഒരു മഹായുദ്ധം എന്ന രീതിയിലേക്ക് വ്യാപിക്കാൻ അധികം സമയമൊന്നും വേണ്ട. കാരണം ഇറാന് ആണവായുധങ്ങളുണ്ട്. ഇറാൻ നല്ല രീതിയിൽ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇറാൻ്റെ പക കൂടി ഹിസ്ബുള്ളയെ കൊണ്ട് തീർക്കാനാണ്, ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് തീർക്കാനാണ് ഇറാൻ ശ്രമിക്കുക എന്ന വാദമുണ്ടായിരുന്നു. അത് ഈ സമയത്ത് ചേർത്ത് വായിച്ചാൽ ഒരു വലിയ വിപത്ത്, ഒരു വലിയ നാശം, ഒരു വലിയ സംഘർഷം ഒക്കെ അധികം വൈകാതെ ഉണ്ടാവുകയും പശ്ചിമേഷ്യയിൽ യുദ്ധം അതിസങ്കീർണമായി വളരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഇസ്രായേലിന് തിരിച്ചടി കിട്ടാതെ പോകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചുകൊണ്ട്, ഹമാസിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇനിയും ശക്തമായി ആക്രമിക്കുമെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിക്കുമ്പോൾ അത് വലിയ അപായ സൂചനയാണ്, തർക്കം വേണ്ട.